ഹരിദാസ് സാർ, കേന്ദ്ര സർക്കാരിന്റെ 81,000 കോടി രൂപയുടെ ഗ്രേറ്റ് നിക്കോബാർ ഹോളിസ്റ്റിക് വികസന പദ്ധതി, ആ പദ്ധതിക്കെതിരായി കോൺഗ്രസ് വലിയൊരു നീക്കം നടത്താൻ ശ്രമം നടത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്റെ ചോദ്യം, അങ്ങനെ ഒരു ശ്രമം കോൺഗ്രസ് നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ആൻഡമാനിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ വിസിറ്റ്? ഈ രാജ്യം സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുന്ന സമയത്ത് സാധാരണ നിലയിൽ രാജ്യത്തെ പൗരന്മാരും രാഷ്ട്രീയ കക്ഷികളും ഒക്കെ ഒന്നിച്ചു നിൽക്കാറുണ്ട്. മറ്റെല്ലാ രാജ്യങ്ങളിലും നമ്മൾ കാണുന്നത് അതാണ്. പക്ഷെ ഇന്ത്യയിൽ മാത്രം നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ സുശക്തമാക്കാൻ സർക്കാർ നടപടിയെടുക്കും. പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം അതിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ്സുകാർ എന്നും എടുത്തിട്ടുള്ളത്. അതിപ്പോ തുടങ്ങിയതല്ല. നമ്മൾ റഫാൽ യുദ്ധവിമാനങ്ങൾക്ക് ഓർഡർ കൊടുത്ത സമയത്ത് ആ ഫ്രാൻസുമായിട്ടുള്ള ഡീല് അട്ടിമറിക്കാൻ എന്തെല്ലാം കള്ളക്കളികൾ ഇവിടെ ചെയ്തു. കോടതി കയറി കള്ളപ്രചരണങ്ങൾ നടത്തി. ഓർമ്മയുണ്ടാവും, നരേന്ദ്രമോദിക്കെതിരായിട്ട് വ്യക്തിപരമായി നടത്തിയ അധിക്ഷേപങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത്, അതൊക്കെ കോടതിയുടെ വിമർശനത്തിന് പിന്നീട് വിധേയമായി. യഥാർത്ഥത്തിൽ റഫാൽ യുദ്ധവിമാനം വാങ്ങണം എന്ന് തീരുമാനിച്ചിരുന്നത് കോൺഗ്രസ് ഗവൺമെന്റാ, UPA ഗവൺമെന്റാ. പക്ഷെ നരേന്ദ്രമോദി വന്നതിന് ശേഷം ചെയ്തത് ഫ്രഞ്ച് ഗവൺമെന്റുമായിട്ട് ഡയറക്റ്റ് ഡീലായിരുന്നു, ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട്. അതുപോലെ മറ്റൊന്നാണ് ഡോക്ലാമിൽ നമ്മൾ കണ്ടത്. ഭൂട്ടാന്റെയും ചൈനയുടെയും ഇന്ത്യയുടെയും അതിർത്തിയാണ് ഡോക്ലാം. അവിടെ കടന്നു കയറി ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള വഴി തടസ്സപ്പെടുത്താൻ ചൈനീസ് പട്ടാളം ശ്രമിച്ചപ്പോ അന്ന് ഇന്ത്യ ശക്തമായ എതിർത്ത് നിന്നു. ഇന്ത്യൻ പട്ടാളം അവിടെ അണിനിരന്നു. ആ പ്രതിസന്ധി ഘട്ടത്തില് ചൈനീസ് എംബസിയിൽ രാത്രി തലയിൽ മുണ്ടിട്ട് പോയ നേതാവാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്. എന്തിനു വേണ്ടിയിട്ടാ ശത്രു രാജ്യത്തിന്റെ എംബസിയിൽ ആ സമയത്ത് കയറി പോകുന്നത്? എന്ത് ഒത്താശ ചെയ്യാൻ വേണ്ടിയിട്ടാ? ഇതൊക്കെ രാജ്യം ചർച്ച ചെയ്തതാ. മാത്രമല്ല, ഈ കോൺഗ്രസ്സുകാരുടെ ഒരു ചരിത്രം കൂടി നമ്മൾ മറന്നുകൂടാം. മൻമോഹൻ സിംഗിന്റെ കാലത്ത് ചൈനയുമായിട്ട് MOU ഒപ്പിട്ട പാർട്ടിയാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയാണ് അന്ന് പോയിട്ട് ഒപ്പിട്ടത്. അപ്പൊ ഇങ്ങനെ പല വേളകളിലും പല സന്ദർഭങ്ങളിലും രാജ്യം പ്രതിസന്ധി നേടുമ്പോൾ ശത്രുരാജ്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു പാരമ്പര്യം രാഹുൽ ഗാന്ധിക്കുണ്ട്, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിക്കുണ്ട്. അത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് കണ്ടു, സർജിക്കൽ സ്ട്രൈക്കിന്റെ സമയത്ത് കണ്ടു, അതുപോലുള്ള പല ഘട്ടങ്ങളിലും നമ്മളത് കണ്ടതാണ്. അതിന്റെ ഒരു അവസാനത്തെ ഉദാഹരണമായിട്ട് ആൻഡമാൻ നിക്കോബാറിലെ സംഭവ വികാസത്തെ കാണേണ്ടതുള്ളൂ. എന്തുകൊണ്ടാണ് ആൻഡമാൻ നിക്കോബാറിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു 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 പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള ശ്രമം രാഹുൽ ഗാന്ധി നടത്തുന്നത്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ ദൃഷ്ടിയിൽ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ആൻഡമാൻ നിക്കോബാർ. ആൻഡമാൻ മാത്രമല്ല, ലക്ഷദ്വീപും നമ്മൾ ആലോചിക്കണം. ലക്ഷദ്വീപും ഇതുപോലെ തന്നെ ഒരു ഒറ്റപ്പെട്ട് ഇന്ത്യയോട് ചേർന്നുള്ള ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള തുരുത്തുകളാണ്, ഐലൻഡുകളാണ്. അവിടെ നല്ലൊരു ശക്തമായ നാവിക സേനാ കേന്ദ്രം നരേന്ദ്രമോദി ഗവൺമെന്റ് ഉണ്ടാക്കി. അപ്പൊ ആ മേഖലയിൽ കൂടെ നടത്തുന്ന കപ്പൽ സഞ്ചാരത്തിനെ നമ്മുടെ സുരക്ഷയ്ക്ക് വിഷമം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള നീക്കങ്ങളെ ഒക്കെ നിരീക്ഷിക്കാൻ നമുക്ക് കഴിയുന്നു. മാത്രമല്ല, എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നാൽ പ്രതിരോധിക്കാൻ പാകത്തിനുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഇന്ത്യ ലക്ഷദ്വീപിൽ ഒരുക്കി. അന്ന് ലക്ഷദ്വീപിലെ കലാപത്തിന് കൊടി ഉയർത്തിയത് നമ്മൾ ഓർക്കുന്നുണ്ടോ? എന്തെല്ലാമായിരുന്നു? അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററെ വച്ചതിന്റെ പേരിലാണ് അന്ന് കലാപക്കൊടി ഉയർത്തിയെങ്കിലും അവരുടെ ലക്ഷ്യം നാവികസേനയുടെ താവളം വരുന്നതിനെതിരായിരുന്നു എന്നതും കൂടി നമ്മൾ മറന്നുകൂടാ. ഇപ്പൊ ആൻഡമാൻസില് വ്യോമ നാവിക കേന്ദ്രം വരാൻ പോവുകയാണ്. ഏറ്റവും വലിയ നാവിക കേന്ദ്രമാണ്. മാത്രമല്ല, നമ്മുടെ യുദ്ധക്കപ്പലുകൾക്ക് തങ്ങാൻ പാകത്തിനുള്ള സുരക്ഷാ സംവിധാനങ്ങളും അവിടെ ഒരുക്കുന്നു. അത് ചൈനയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ചൈന ചെയ്തു വരുന്ന ചില കാര്യങ്ങളും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ ഇന്ത്യക്ക് ചുറ്റുമുള്ള ചില പോർട്ടുകൾ ഏറ്റെടുക്കുന്നു, അവിടെയൊക്കെ സൈനിക താവളങ്ങൾ ഉണ്ടാക്കുന്നു, ഇന്ത്യയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില സൈനിക നീക്കങ്ങൾ നടത്തുന്നു. ഇതിനൊക്കെ മുൻകരുതൽ നമ്മൾ എടുത്തിട്ടുണ്ട്. എപ്പോഴും അതിർത്തിയിൽ മോട്ടോർ റോഡുകൾ ഉണ്ടാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ്
ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായിട്ട് കോൺഗ്രസ് രംഗത്ത് വരുന്നത്, അതും രാഹുൽ ഗാന്ധി തന്നെ രംഗത്ത് വരുന്നത്, അതിനെ ഗൗരവപൂർവ്വം കാണേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ചൈനയ്ക്ക് വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി ആൻഡമാനിൽ പോയിട്ട് ഈ കലാപക്കൊടി ഉയർത്താൻ ശ്രമിക്കുന്നത്. അവിടുത്തെ പരമ്പരാഗത താമസക്കാരെ അവരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ എന്താ പറയാ, അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് അയാൾ ഈ പണി നടത്തുന്നത്. അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങളെ അട്ടിമറിക്കാനുള്ള, പുതിയ സുരക്ഷാ സംവിധാനങ്ങളെ തകർക്കാനുള്ള ആസൂത്രിത പദ്ധതി തന്നെയാണ്. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. അവിടെ ഒരു മലാക്ക സ്ട്രേറ്റ് ഉണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതാണ്. പസഫിക് ഓഷനെയും ആൻഡമാൻ സീയും അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷനെയും കൂടി ബന്ധപ്പെടുത്തുന്ന ഒരു കവാടമാണ്. അതിലൂടെ ഒരുപാട് കപ്പലുകൾ പോകുന്നുണ്ട്, ഒരുപാട് കപ്പലുകൾ. ചൈനയ്ക്കും മറ്റും എണ്ണ കൊണ്ടുവരുന്നത് ആ വഴിയിൽ കൂടിയാണ്. പ്രധാനമായിട്ട് ആഫ്രിക്കയിൽ നിന്നും ഗൾഫ് റീജിയണിൽ നിന്നും ഒക്കെ എണ്ണ കൊണ്ടുവരുന്നത് ആ വഴിയിൽ കൂടിയാണ്. അവിടെ അവരുടെ യാത്രയ്ക്ക് തടസ്സമാകുമോ? അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഇന്ത്യ കർക്കശമാക്കിയാൽ ഇവർക്ക് ഭീഷണി ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയാകും. സ്വാഭാവികമാണ്. ഇന്ത്യൻ ഓഷനിൽ മാത്രമല്ല, പസഫിക് ഓഷനിലും ഇന്ത്യ അതിന്റെ ഒരു സുരക്ഷാ കവചം ഉണ്ടാക്കിയിട്ടുണ്ട്. ക്വാഡ് അതിന്റെ ഭാഗമാണ്. ഇന്ത്യയും അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും ചേർന്നിട്ടുള്ള ഒരു സുരക്ഷാ ഉടമ്പടിയാണത്, അല്ലെങ്കിൽ സുരക്ഷാ കൂട്ടായ്മയാണത്. അപ്പൊ അതിനെയൊക്കെ ചൈന എതിർക്കുന്നുണ്ട്. അപ്പൊ അതിനൊപ്പം ഈ ആൻഡമാൻസിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ എതിർക്കുന്ന ചൈനയ്ക്കൊപ്പം നിൽക്കാനാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങളെ സംശയാസ്പദമായിട്ടേ കാണാൻ കഴിയുള്ളൂ. അതിനെ ഗൗരവപൂർവ്വം കേന്ദ്ര സർക്കാർ കാണുന്നുണ്ടാവും എന്നാണ് ഞാനൊക്കെ വിചാരിക്കുന്നത്. ആൻഡമാൻസിലെ ഈ സുരക്ഷാ പദ്ധതിക്ക് നമ്മുടെ ഗ്രീൻ ട്രൈബ്യൂണൽ ഉൾപ്പെടെ അനുമതി നൽകിയിട്ടുണ്ട്. അവിടുത്തെ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ പരിശോധിച്ച് ഗ്രീൻ ട്രൈബ്യൂണൽ നേരത്തെ അനുമതി നൽകിയിട്ടുണ്ട്. അതിനെയാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി പോയി ചോദ്യം ചെയ്യുന്നത്. അതിനെ ചോദ്യം ചെയ്യുന്നതിന്റെ അടിസ്ഥാനം ഞാൻ പറഞ്ഞല്ലോ, അതിലെ അവിടുത്തെ ആദിവാസികളുടെ ക്ഷേമമൊന്നുമല്ല. അവിടുത്തെ ആദിവാസികളെ വിശ്വാസത്തിലെടുത്ത് അവരുടെ സുരക്ഷയും അവരുടെ ഭൂമിയും സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റ്, മോഡി ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് എന്നതും കൂടി പറയേണ്ടതുണ്ട്. എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ പദ്ധതികളെയും എതിർക്കുക എന്നത് മാത്രമാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി രാഹുൽ ഗാന്ധിയുടെ പ്രധാന അജണ്ടകളിലൊന്ന്. അത് അദ്ദേഹം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ വരുന്ന വികസന പദ്ധതികളിൽ, സുരക്ഷാ പദ്ധതികളിൽ തുടരുന്നു എന്ന് വേണം കരുതാൻ. സാർ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ജനങ്ങളുടെ ഉന്നമനമല്ല, പകരം അവിടെ പരമ്പരാഗത രീതിയിൽ ജീവിക്കുന്ന ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവരെ കയ്യിലെടുത്ത് കേന്ദ്ര സർക്കാരിനെതിരായി പട നയിക്കുക എന്നത് മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ നീക്കം. അത് ചൈനയ്ക്ക് വേണ്ടിയാണോ എന്ന ചോദ്യം വളരെ വളരെ പ്രസക്തമാണ്. അത്തരത്തിലുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. വ്യക്തമാണ്. താങ്ക് യു ഹരിദാസ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.